നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മേഘ്ന. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളെ പറ്റി പറയാനാണ് കേട്ടോ. അദ്ദേഹം മലയാള സീരിയലിൽ ഒരു ഹീറോ ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അനിയത്തിയായിട്ടും അതേപോലെ തന്നെ ഹീറോയിനായിട്ടും ചെയ്തിട്ടുണ്ട്. മിസ്സസ് ഹിറ്റ്ലർ എന്ന പ്രോജക്റ്റിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഹീറോയിനായിട്ടാണ് ചെയ്തത്. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ലേ ആൾ ആരാന്നുള്ളത്. അതന്നെ നമ്മുടെ സ്വന്തം ഷാനവാസിക്ക ഇപ്പോൾ BB ഹൗസിൽ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസിക്കിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞ ഷാനവാസിക്കിനെ പറ്റി കുറച്ച് കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. ഇക്ക ഭയങ്കര ജെന്വൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇക്ക പെങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പെങ്ങളായിട്ട് എന്നെ കണ്ടിട്ടായിരിക്കും. ഒരു പെങ്ങളുട്ടിയോടുള്ള സ്നേഹമൊക്കെ അനുഭവിച്ചതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. നമുക്കൊരു പ്രശ്നം എന്ന് വന്നാലുണ്ടല്ലോ അതുപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കും ഇക്ക. അതിപ്പോൾ ഞങ്ങൾക്കെന്ന് മാത്രമല്ല കേട്ടോ, ആ ലൊക്കേഷനിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഫെസിലിറ്റീസും എല്ലാം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഷാനുക്ക. എന്താ പറയുക, ഇപ്പോൾ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ, ഇക്കയ്ക്ക് എന്താണോ ഫെസിലിറ്റീസ് കിട്ടുന്നത്, ഇക്കയ്ക്ക് എന്താണോ കിട്ടുന്നത്, അതുപോലെ തന്നെ നമുക്ക് ടീ തരാൻ വേണ്ടി വരുന്ന ആ ഒരു ചേട്ടന് പോലും അതന്നെ കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത ഷാനുക്കയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇക്ക കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഭയങ്കര സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വലിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഫീലില്ലേ, അതാണ് ഇക്ക കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. പിന്നെ മിസ്സസ് ഹിറ്റ്ലർ ചെയ്ത സമയത്ത് തന്നെയാണ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഇക്കയ്ക്ക് ഇതുപോലെ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ഫൈറ്റ് ചെയ്ത് വന്ന ഒരു ആൾ തന്നെയാണ് കേട്ടോ ഇക്ക. എന്താ പറയുക, മരണത്തിനെ ഫൈറ്റ് ചെയ്ത് വന്നു എന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു ഇക്കയുടെ ആ ഒരു സ്റ്റേജൊക്കെ. അത് ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അറിയുന്ന ഷാനവാസിക്ക ഹീസ് ഗോൾഡ്. അപ്പോൾ ഇക്കയ്ക്ക് എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ. BB ഹൗസിൽ മാത്രമല്ല, പേഴ്സണലിയും പ്രൊഫഷണലിയും ഒക്കെ നല്ലത് വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നല്ല മനുഷ്യർക്ക് നല്ലത് നടക്കണ്ടേ അല്ലേ? സോ ഇക്കയ്ക്ക് മാത്രമല്ല, അതുപോലെ തന്നെ BB ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസിനും ബെസ്റ്റ് വിഷസ്. ബൈ.